ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇൻഡോസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എനിക്ക് ഇന്ന് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിൽ കുറേ പേര് എന്താണോ പറയണത് അതിനനുസരിച്ച് ചെയ്യുക എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് പറ്റാറില്ല കേട്ടോ. എന്നാലും ഞാൻ കഴിയുന്നതും ഞാൻ വരാറുണ്ട് കേട്ടോ. ഇനി എന്നും വരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്കിനി വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാം അല്ലേ. ഇതിപ്പോൾ ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 10 മണിയുടെ മുന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് അടിച്ചു വാരാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളത് 10 മണിയുടെ മുന്നെയാണ് കേട്ടോ. 9:30 ഒക്കെ ആയപ്പോഴേക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വെയിലൊക്കെ നന്നായിട്ടാകുമ്പോഴേക്കും അടിച്ചു വാരാലോ എന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്കൊക്കെ എങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് ഒരു ദിവസം അടിച്ചു വരുമ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് ഞാൻ പെറുക്കിയിടും. പിറ്റേ ദിവസം അടിച്ചു വരുമ്പോൾ വീണ്ടും ഇപ്പുറത്തേക്ക് പെറുക്കിയിടും. പിറ്റേ ദിവസം അടിച്ചു വരുമ്പോൾ വീണ്ടും അപ്പുറത്തേക്ക് പെറുക്കിയിടും. അങ്ങനെയാണ് അടിച്ചു വാരിയിടുന്നത് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, അത് കുറച്ച് തേങ്ങയുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അരയ്ക്കാൻ എടുക്കുന്നത് കേട്ടോ. തീരുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് പൊളിച്ചിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഈ ഒരു സൈഡിലുള്ള തേങ്ങ ഇട്ടതാണ് കേട്ടോ, തെങ്ങിന്ന് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നിർത്തിയതാണ്. വേറൊന്നുമല്ല, എന്നും മഴക്കാലം ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെതൽ പിടിക്കും. അതുപോലെ തന്നെ ആകെ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടാകും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഇട്ടതിന് ശേഷം 2-3 ദിവസം കൂടുമ്പോൾ എങ്ങനെയായാലും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത് കൊണ്ടുപോകാനാവില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊളിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇന്നലെ രാത്രി നല്ല രീതിയിൽ കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം വൈകുന്നേരം നല്ല കാറ്റും മഴയും. അതുകൊണ്ട് തന്നെ രാത്രിയും കുറച്ച് ഒന്നിങ്ങനെ കാറ്റൊക്കെ അടിച്ച് മഴ വരും പക്ഷെ പെയ്തില്ല. അപ്പം അതേ നമ്മുടെ തെങ്ങിൻ്റെ പൂവും അങ്ങനെ കുറേ ചമ്മലുകൾ വീണെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞു. പിന്നെ മീൻ വറുക്കാനല്ല കേട്ടോ, സോറി, മീൻ നന്നാക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ബാക്കി നമ്മൾ കറി, ഉപ്പേരി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് അടുക്കളത്തെ പണികൾ തീർന്നത് കേട്ടോ. പിന്നെ ഈ മീനൊന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോറുണ്ണുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം ആവുമ്പോഴേക്ക് മീൻ ഉണ്ടാക്കി എടുക്കുള്ളൂ കേട്ടോ. മീനിലേക്ക് തേക്കാനുള്ള മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് ദോശയാണ് രാവിലെ ചായക്ക് ഉണ്ടായിരുന്നത്. തെളിദോശ, നീർദോശ, പിന്നെ എന്തെങ്കിലും ദോശ ഉണ്ടോയെന്ന്, പിന്നെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അറിവിൽ പേരുള്ളത്. അപ്പോൾ അതേ ഞാൻ അതിലേക്ക് കുറച്ച് പൊടി ആദ്യം കലക്കിയിട്ടോ, സാധാ പച്ചവെള്ളത്തിൽ കലക്കിയതിന് ശേഷം പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് അതങ്ങോട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളത് ഈ ദോശ ചുട്ടെടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ മറിച്ചിടാറില്ല. ആദ്യമൊക്കെ ഞാൻ മറിച്ചിട്ടിട്ടും കൂടെ വേവിച്ചെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതേ നമ്മളെ ദോശയ്ക്ക് അവിടെ ആവട്ടെ. പിന്നെ എനിക്ക് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഈ ഒരു കമൻറ്റ് വരാറുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് വീണ്ടും കമൻറ്റ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന വീഡിയോ, ആ ഒരു വീഡിയോ ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളത് ചെയ്യാം എന്നാണ് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ പറയാറുണ്ട്. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും എന്താണെന്നുള്ളതും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതല്ലാതെ ഇപ്പം മക്കളുടെ കാര്യമായാലും ഏട്ടൻ്റെ കാര്യമായാലും ഒക്കെ ഞാൻ പറയുന്നത് തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ചോദ്യം കേൾക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഞാൻ ആ കമൻറ്റിന് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനോട് ഞാനതിനുള്ള ആൻസർ കൊടുക്കാറുണ്ട്. ജോലി ആയാലും വീടായാലും എന്ത് കാര്യമായാലും അങ്ങനെ ഞാൻ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി അങ്ങനെയല്ല ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് അതിൽ നിങ്ങൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾ വീഡിയോയിൽ കമൻ്റായിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഏതായാലും നാളെ ഞാനൊരു പോസ്റ്റ് ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ റിപ്ലൈ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് റിപ്ലൈ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു പോസ്റ്റ് ചെയ്യാം. ആ പോസ്റ്റിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യമൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഞാനും പലരുടെ വീഡിയോസൊക്കെ ഒന്ന് കാണട്ടെ, കണ്ടു നോക്കിയിട്ട് വേണം എനിക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എന്നാലിത് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിതുവരെ ചോദിക്കുകയല്ല, നോട്ട് ചെയ്തിട്ടോ നോക്കിയിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്നും എനിക്ക് നോക്കി മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതിന് 1-2 വീഡിയോസൊക്കെ ഞാനൊന്ന് കണ്ടു നോക്കാനുണ്ട്. അപ്പോഴേക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമൊക്കെ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ 2 ദിവസത്തിന് ശേഷം ഞാനൊരു പോസ്റ്റ് ഇടാം, എന്നിട്ട് അതിൽ ചോദിക്കാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതങ്ങനെ ആ ഒരു കാര്യത്തിൽ നമുക്ക് തീരുമാനം കേട്ടോ. പിന്നെ അതേ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഉപ്പേരി ആയാലും കറി ആയാലും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറി ഇന്ന് മുരിങ്ങയാണ് ഉണ്ടായിരുന്നത്. മുരിങ്ങയൊക്കെ നേരത്തെ തന്നെ ഞാൻ ഇന്നലെ രാത്രി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉപ്പേരിക്ക് കയ്പ്പ അതും ഞാൻ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കൽ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്നൊക്കെ പറയാൻ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്ര നേരം എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് പുതുതായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.